യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൽ മീതെ ഞാൻ ഓടും. താഴാതവൻ കരം താങ്ങും. ചേരുകിലവൻ പാതേ ചേരും. താഴാതവൻ കരം താങ്ങും. ചേരുകിലവൻ പാതേ ചേരും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 71 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗം നമുക്ക് വായിക്കാം. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ. ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നത്, യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. അത്ര ഉറപ്പുണ്ട്. ആമേ, സ്തോത്രം. പ്രതികൂല സാഹചര്യങ്ങൾ എത്ര വലുതാണെങ്കിലും വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ദൈവമക്കളെ ഈ ഒരു ഉറപ്പുണ്ടാവും. ആമേ, സ്തോത്രം. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഇന്ന് ഈ സമയത്ത് കർത്താവേ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാനൊരു മനസ്സ് വെച്ചേ മക്കളെ. ഇത്രയും വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ലോകത്തിൽ ആശ്രയം വയ്ക്കാൻ പോകും മുമ്പ് മുഴങ്കാൽ മടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്ക് മാർഗം തുറന്നു തരുന്ന ദൈവം നമ്മുടെ കൂടെയാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആമേൻ. പോകേണ്ട വഴി ദൈവമക്കളെ, ആരും പോകാത്ത വഴിയിലൂടെ ദൈവം നമ്മളെ നടത്തും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ചിലപ്പോൾ പറയില്ലേ, ഇനി ഒരു വഴി പോലും മുന്നിൽ കാണുന്നില്ല, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയും മുന്നിൽ കാണുന്നില്ല. അതേ അവസ്ഥയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, യേശു ക്രിസ്തുവാകുന്ന വഴിയിലേക്ക് ഒന്ന് നോക്കിക്കേ ദൈവമക്കളെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിലേക്കൊന്ന് മനസ്സ് വെച്ചിട്ട് ഈ സങ്കടങ്ങളെല്ലാം കർത്താവിനോട് പറഞ്ഞാൽ മതി. ആമേൻ. ഇരുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കും, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കും. കാരണം മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വചനം പറഞ്ഞു, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന്, ഈ കാര്യം സാധിച്ചിട്ട് പിന്നെ അങ്ങ് പോകുകയല്ല, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. അതേ, വിശ്വാസികളുടെയൊക്കെ ജീവിതത്തിൽ ഈ ഉറപ്പുള്ള പാറ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീടല്ലോ ഇവിടെ നിന്ന് അങ്ങ് മാറത്തില്ല. ആമേ, സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ ആർക്ക് സാധിക്കും? കഷ്ടതയുണ്ട്, സങ്കടമുണ്ട്, വേദനയുണ്ട്, ഉപദ്രവമുണ്ട്, പട്ടിണിയുണ്ട്, നഗ്നതയുണ്ട്, ആപത്തുണ്ട്, വാളുണ്ട്. ഇതൊന്നും ദൈവമക്കളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ ആർക്കും പറ്റത്തില്ല. കാരണം ഈ പാറ ഒരിക്കലെങ്കിലും കണ്ടനുഭവിച്ചൊരു ദൈവ പൈതൽ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. അതേ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ കേൾപ്പിക്കുകയാണ്, എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ കൽപ്പന ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ മാറാത്തൊരു കൽപ്പനയാണ്. രക്ഷ പ്രാപിപ്പാൻ സമയമായി. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നല്ലോ. ഇത്ര ഉറപ്പുള്ള, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് ആരാധിക്കുന്ന ദൈവജനമേ, സകല ഭാരങ്ങളും ദൈവസനിലേക്ക് ഇറക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അറിയാത്തൊരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിലൂടെ വന്നിട്ടില്ല, വരികയില്ല. ആമേൻ. അതുകൊണ്ട് ഈ ദൈവം നല്ല ദൈവം. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ, എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ കുലുങ്ങാതെ നിൽക്കാനിടയാകട്ടെ. കുലുക്കുന്ന അനുഭവം പലതും വരുമ്പോഴും ഒന്നോർക്കണം, ഞാൻ വിളിക്കുന്ന ദൈവം വലിയവനാണ്. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്നെപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്കുറപ്പുള്ള പാറയായിരിക്കണമേ. സങ്കടം വരുമ്പോൾ കർത്താവേ, നിരാശ വരുമ്പോൾ, രോഗം വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഏത് വലിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണാത്ത വഴി എൻ്റെ ദൈവം എനിക്ക് തുറന്നു തരും.
അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ദൈവം എനിക്ക് തുറന്നു തരും. ഈ ദൈവം എൻ്റെ ദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ വചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് നിന്റെ മക്കൾ കടന്നു പോന്നെ, ഇതുവരെയും ദൈവം കാത്തു പരിപാലിച്ചല്ലോ. ഇനിയും നടത്തുവാൻ ഈ ദൈവം ശക്തനാണെന്ന് നിന്റെ മക്കളുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് സാക്ഷി പറയാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമേ. അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് തടസ്സമായി നിൽക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിലും കർത്താവെ, അങ്ങ് മാറ്റിയാൽ മാറാത്ത ഒരു പ്രശ്നവുമില്ലപ്പാ. ദൈവം പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ദുർഘടമായി കിടക്കുന്ന പാത കർത്താവെ ഞങ്ങൾക്കായി തുറന്നു തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന പൊന്നു കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വിഷയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, നിന്റെ മക്കളുടെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.